നമുക്ക് വാൽപ്പാറ പിടിച്ചാലോ? വർക്ക് ഇത് തല ഓളായി കളിയാ. ആ വരുന്നില്ല എന്തിനാ വണ്ടി കഴുകാനാ? ആ നമ്മൾ എത്ര നാളായിട്ട് പോയിട്ട് 1.5 കൊല്ലായിണ്ട്. ഇപ്പൊ സീസണാ. റീലൊക്കെ കണ്ടിട്ടുണ്ടോ നീ? ഞാനിത് പറയണെന്ന് വിചാരിച്ചതാ. നല്ല ക്ലൈമറ്റ് ആന്ന് കേട്ടെ. വെച്ചാലാ ശനിയാഴ്ച വിട്ടിട്ടേ ഞായറാഴ്ച അവിടെ വന്നിട്ട് തിങ്കളാഴ്ച ഇങ്ങോട്ട് വരാം. ഇല്ലേ? എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഓർഡർ ഉണ്ടെന്ന് പറയും. നിങ്ങളെങ്ങനെയാ വരുമോ? അത് ശരിയാ. നിന്റെ ഭാര്യ വിടോടാ. തന്നെ വിടൂ. അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അവരെയും കൊണ്ട് പോയാലോ? ഞാൻ എന്റെ ഭാര്യ, നീ നിന്റെ ഭാര്യ, നീ നിന്റെ ഭാര്യ. നമ്മളെപ്പോഴും ബാച്ചിലർ ആയിട്ടല്ലേ പോകാറ്. നമുക്ക് ഇപ്രാവശ്യം കപ്പിൾ ട്രിപ്പ് ആക്കാം. അങ്ങനെ ആവുമ്പോ നമ്മൾ മാത്രം ഈ അടിച്ചുപൊളി എന്നുള്ള പരാതി തീർന്നിട്ടു. എങ്ങനെയുണ്ട്? പക്ഷെ കാറ് നിന്റെ എടുക്കണം. അതിപ്പോ എന്നിട്ട് പറയാനുള്ള. പിന്നെ എന്റെ കാറിലാണ്ട് 6 പേര് എങ്ങനെ പോകാനാടാ? എന്റെ പൊന്ന് ഹീര, നീ ഇത്ര നാളായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ അവന്റെ ഭാര്യനെ നിനക്ക് ഇഷ്ടമല്ലാന്ന്. നേരിട്ടാണ് മടയും ചക്കരയാണല്ലോ. എന്തൊരു ഒലിപ്പിക്കല. എനിക്ക് എന്തിനാ അമ്മായിയുടെ മോളുടെ മാല? അത് ഈ ടൂറല്ലേ പോണേ. ഞാൻ അവിടെ പോയിട്ട് അത് വല്ലവരും എടുത്തോണ്ട് പോകാനാ? ഉള്ള എന്നോട് ഊരി വെച്ചിട്ട് പോകാനാ ഞാൻ വിചാരിച്ചേക്കണ. എന്തിനാ പുതിയ സാരി വാങ്ങണ? ആ സെൽഫിൽ 10 എണ്ണം ഇരിക്കണ്ടല്ലോ, അതിൽ ഒരെണ്ണം എടുത്ത് ഇട്ടൂടാ. ഞങ്ങള് സാധാരണ ഡ്രസ് തന്നെ ട്രിപ്പിന് വരണ. നിന്നെ കാണാത്തൊന്നല്ല അവര്. അതിനിപ്പോ എന്താ കുഴപ്പം? അതിനല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഹോട്ടലിൽ തന്നെ നിർത്തുള്ളൂ. നിനക്ക് അത് പറ്റില്ലാന്നുണ്ടെങ്കിൽ നീ എല്ലാവർക്കും കൂടിയുള്ള നീ വെച്ചോ. അരിയാനും പിടിക്കാനൊക്കെ ഞങ്ങൾ വന്ന് സഹായിക്കാം. പോരെ? എല്ലാരും നിന്നെ പോലെ തന്നെ ഭയങ്കര വൃത്തിയുള്ള ആൾക്കാർ തന്നെയത്. ഇല്ലില്ല, എന്റെ കുറച്ച് പൈസ ചെലവുള്ളൂ. നമ്മളാകെ 2 റൂം എടുക്കുള്ളൂ. നിങ്ങൾ 3 പെണ്ണുങ്ങൾ റൂമിലേക്കാ, ഞങ്ങള് മറ്റു റൂമിലേക്കാ. അതെങ്ങനെ ശരിയാവും? നമ്മൾ 800 റൂമിലല്ലേ ഒരുമിച്ചല്ലേ എടുക്കണേ. 200 പ്രാവശ്യം നിനക്ക് 2 റൂം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോടെ. എന്റെ പൊന്നു ഹീര, നീ അധികം സംസാരിപ്പിക്കില്ല. ഞങ്ങൾ ഇവിടെ മാറുന്നത് സംസാരിക്കണം. എന്റെ ഇവിടെ ആരെങ്കിലും ട്രിപ്പ് വരുമ്പോ ഹൈലിട്ട് വരുമോ? നീ അവരപ്പം തന്നെ ഹൈറ്റാത്താ നോക്കണ. നീ എന്റെ ഹൈറ്റ് നോക്ക്. ഞാനല്ലേ നിന്റെ കെട്ടിയ. എന്റെ പാരപ്പം നടക്കാ. നിന്റെ ഫോണിൽ അവരുടെ ഫോട്ടോ ഒന്നും എടുക്കൊന്നും വേണ്ട. അവരിൽ നല്ല ഫോണൊക്കെ ഉണ്ട്. അവരെടുത്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരും. പിന്നല്ലാണ്ട് കാർ എടുക്കാണ്ട് നമ്മുടെ ഇന്നോവലല്ലേ 6 പേര് കൊള്ളുള്ളൂ. നീ വരുന്നെങ്കിൽ വായോ. ഇനി നിനക്ക് പുതിയ ഫോൺ കൂടി ഞാൻ മേടിച്ചു തരാം. കാർ കേടായെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നലെയും കൂടി അവൻ കണ്ടിട്ടുള്ളൂ. സെറ്റിങ് മതി, വേണമെങ്കിൽ വന്നാ മതി. എന്റെ ഉണ്ണിമോളെ, നീ ആളുടെ ഭാര്യ ഫോട്ടോ എടുക്കാൻ നിക്കണ്ടാന്ന്. ഒരു 1 ദിവസം കൊണ്ട് ഫേഷ്യൽ ചെയ്ത് പേരലവ് തേച്ച് കഴിഞ്ഞ് വിളിക്കാൻ പോണില്ല. നീ വേണമെങ്കിൽ വന്നാ മതി. അതെ, എന്റെ ഭാര്യക്ക് ഹൈലിട്ടിട്ടേ അവൾ മുട്ടുമ്പോ നീരാന്ന് പറഞ്ഞു. അയ്യോ, അപ്പൊ കൊണ്ടുണ്ടാ. ഒന്നാമതേ കാറിലൊക്കെ പോയി കഴിഞ്ഞ് ഭാര്യമാരെയും കൊണ്ടുപോയി ചെലവ് കൂടും. ഞാൻ പറയാനും കയറി. എന്റെ അത്ര പൈസ ഇല്ല. ഞാനും പറയണെന്ന് വെച്ചാടാ, സ്ഥിരം വാടകയുണ്ടായിരുന്നേ. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ പെട്ടെന്ന് എടുത്ത് പറയുകയും ചെയ്ത് വരാന്ന്. എങ്ങനെ പറയാന്ന് വിചാരിച്ച് നിൽക്കായിരുന്നതാ. അതെ, നമുക്ക് ഭാര്യമാരെ വിളിക്കാണ്ട് പോയല്ലോ. ബെസ്റ്റ് ഐഡിയ. ചെലവും കുറവ്. നമ്മൾ പണ്ട് പോണ പോലെ അടിച്ച് പൊളിച്ചു പോകും. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഓട്ടോറിക്ഷയില പോവാം. വാൽപ്പാറ മാറ്റി നെല്ലിയമ്പതിയാക്കിയാൽ മതി. അല്ലടാ, അപ്പൊ നിനക്ക് ആ സ്ഥിരം വടയില്ല മുടങ്ങില്ല. അതിപ്പോ സുമേഷന്റെ മമ്മൂനെ അങ്ങനെ വിളിച്ചേരെ നീ കയറി ബാപ്പു അങ്ങോട്ട്. മനസ്സിലായത്? അതിന് വിടിയ തന്നെയാ. മിണ്ടാതെ ഒരിയാടാതെ കേറിക്കോ. ഞാൻ ഡ്രസ് ഒന്നും എടുത്തിട്ടില്ലാട്ടാ. എടുക്കടാ.